ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് 3 മീനുകളുടെ കഥ കേൾക്കാം. ഒരിടത്തെ ഒരു കുളത്തിൽ ചന്തു എന്നും കല്ലു എന്നും മിട്ടു എന്നും പേരുള്ള 3 മീനുകളുണ്ടായിരുന്നു. അവര് ഭയങ്കര കൂട്ടുകാരായിരുന്നു. വളരെ നാളുകളായിട്ട് ഇവർ ഈ കുളത്തിലാണ് താമസിച്ചിരുന്നത്. ഇവർ കൂട്ടുകാരൊക്കെയാ, പക്ഷേ ഇവരുടെ സ്വഭാവത്തിന് വളരെ വ്യത്യാസമുണ്ടായിരുന്നു. ചന്തു ഭയങ്കര ബുദ്ധിമാനാ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. പക്ഷെ കല്ലുവോ എന്ത് വന്നാലും അതിനൊരു പേടിയില്ല. അത് ധൈര്യമുള്ളതായിരുന്നു. അപ്പം എന്ത് വന്നാലും ഞാൻ അതിനെ നേരിടും എന്നെപ്പോഴും പറയും. പക്ഷെ നമ്മുടെ മിട്ടുവോ മടിയനായിരുന്നു. എന്ത് സംഭവിച്ചാലും അത് ദൈവം തരുന്നതല്ലേ, അതിനെ അങ്ങ് മേടിക്കാം എന്നും വിചാരിച്ച് ജീവിക്കും. അപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം കുറച്ച് മീൻപിടുത്തക്കാർ ഈ കുളത്തിൻ്റെ സമീപത്തുകൂടി കടന്നുപോയി. അപ്പോൾ അവർ വേറെ എവിടെയോ മീൻ പിടിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു. ഈ കുളത്തിലെ മീൻ എങ്ങനെയുണ്ടെന്നറിയാൻ വേണ്ടിയാണ് അവരിതിലേക്കൂടെ വന്നത്. ഒരു മീൻപിടുത്തക്കാരൻ പറഞ്ഞു, നമ്മൾ ഈ കുളത്തിൽ ഇതുവരെ മീൻ പിടിച്ചിട്ടില്ല. എന്തുമാത്രം മീനുകളാ കടന്ന് നീന്തുന്നത്. നമുക്ക് നാളെ ഇവിടെ വന്ന് മീൻ പിടിച്ചാലോ? അപ്പം കൂടെ ഉണ്ടായിരുന്ന മീൻപിടുത്തക്കാർ പറഞ്ഞു, ശരിയാ, ഇന്ന് നമുക്ക് നിറച്ചു മീനുള്ളത് കൊണ്ട് പിടിച്ചാലും കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, നാളെ വരാം എന്ന് പറഞ്ഞ് അവര് അവിടുന്ന് കടന്നുപോയി. ഇത് നമ്മുടെ ബുദ്ധിമാനായ ചന്തുമീൻ കേൾക്കുന്നുണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് വിശ്രമിക്കുന്നതിന് പകരം ഒന്ന് നീന്താവെന്നും വെച്ച് അതിങ്ങനെ കുളത്തിൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്താണ് ഈ മീൻപിടുത്തക്കാരുടെ സംസാരം. ചന്തുവിന് ഭയങ്കര വിഷമമായി. ചന്തു ഓടി മറ്റു 2 മീനുകളുടെ അടുത്തെത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ, നമ്മൾ വലിയൊരു ആപത്തിപ്പെട്ടിരിക്കുക. മറ്റു 2 മീനുകൾ ചോദിച്ചു, എന്ത് പറ്റി ചന്തു? ചന്തു പറഞ്ഞു, ഞാനിന്ന് ഉച്ചയ്ക്ക് കുളത്തിന്റെ മുകളിൽ കൂടി ഇങ്ങനെ നീന്തിക്കൊണ്ടിരുന്നപ്പോ 2 മീൻപിടുത്തക്കാർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. ഉടനെ മറ്റേ കൂട്ടുകാരൻ ചോദിച്ചു, എന്താ ചന്തു നീ കേട്ടെ? അതെ, ആ മീൻപിടുത്തക്കാര് നാളെ വന്ന് ഈ കുളത്തിലെ മീനെല്ലാം പിടിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? എന്നിട്ട് ചന്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്തായാലും എൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടി ഈ കുളത്തിൽ നിന്ന് മാറി താമസിക്കാൻ പോവുക. നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങളും കൂടിക്കോ. ഉടനെ കല്ലു പറഞ്ഞു, നീ പൊക്ക കൂട്ടുകാരാ, ഞാൻ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ 3-മത്തെ മീനായ മിട്ടു പറഞ്ഞത് എന്തുവാണെന്ന് കേട്ടോ? നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? നമ്മൾ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതാ. ഇത് നമ്മുടെ വീടല്ലേ. നമ്മൾ എന്തിനാ പേടിച്ച് വീട് വിട്ടു പോകുന്നത്? ഞാൻ എന്തായാലും എങ്ങും പോകാൻ പോകുന്നില്ല. നിങ്ങൾ 2 പേരും പേടിത്തൊണ്ടന്മാരാ. ചന്തു ഉടനെ തന്നെ തൻ്റെ വീട്ടിലെത്തി ഭാര്യയും മക്കളെയും കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, എല്ലാവരും എൻ്റെ കൂടെ വരൂ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. നാളെ മീൻ പിടിക്കാൻ ആള് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ നിന്നാൽ ശരിയാവത്തില്ല. അങ്ങനെ അവർ കുളത്തിനടുത്തുള്ള ചെറിയ ചാല് വഴി അടുത്ത കുളത്തിലേക്ക് രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്തു പറഞ്ഞതുപോലെ മീൻ പിടിക്കാനായി മീൻപിടുത്തക്കാരെത്തി. കല്ലുവിന് മനസ്സിലായി ഇത് ആപത്താണെന്ന്. കല്ലു എന്തു ചെയ്തു? ഒരു ബുദ്ധി പ്രയോഗിച്ചു. വെള്ളത്തിൻ്റെ മുകളിൽ ചത്തതുപോലെ കിടന്നു. മീൻപിടുത്തക്കാർ ചത്ത മീനിനെ കണ്ടിട്ട്, ഇത് ചത്ത് കിടക്കുന്ന മീനാ, ഇതിനെ എടുത്ത് ദൂരെ കളഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കല്ലുവിനെ എടുത്ത് ദൂരെ കളഞ്ഞു. കല്ലു എന്തു ചെയ്തു? അടുത്ത കുളത്തിലേക്ക് രക്ഷപ്പെട്ടു പോയി. പക്ഷെ 3-മത്തെ മീനായ മിട്ടുവോ ഭയങ്കര മടിയനല്ലായിരുന്നോ? മിട്ടുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. മിട്ടുവിനെയും ബാക്കി മീനുകളെയും മീൻപിടുത്തക്കാർ പിടിച്ചുകൊണ്ടുപോയി. കുട്ടികളെ, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഇതിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു? അപകടത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മറികടക്കാനുള്ള മാർഗം കണ്ടെത്തണം.